ഒന്നാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസ്സിലെ കെമിസ്ട്രി സബ്ജക്റ്റിലെ ആറാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള തെർമോഡൈനാമിക്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത, തെർമോഡൈനാമിക്സ് എന്നുള്ള ചാപ്റ്റർ അതിൻ്റെ തുടക്കം +1 ക്ലാസ്സിൽ നിന്നാണ്. ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ളൊരു പാഠഭാഗം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു കണ്ടൻറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ ബേസിക് കാര്യങ്ങളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ പേരിൽ തന്നെ എന്താണ് തെർമോഡൈനാമിക്സ്, 2 വാക്കുകളാണ് അവിടെ ഉള്ളത്. ഒന്ന് തെർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ്, ഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂവ്മെൻറ്റ്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് ഓഫ് ഹീറ്റ്, അല്ലെങ്കിൽ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ്ഫർ ഓഫ് എനർജി. ട്രാൻസ്ഫർ ഓഫ് എനർജി യെക്കുറിച്ച് പഠിക്കുന്ന കെമിസ്ട്രിയുടെ ബ്രാഞ്ചിനെയാണ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ദി സ്റ്റഡി ഓഫ് എനർജി ട്രാൻസ്ഫോർമേഷൻസ്. തെർമോഡൈനാമിക്സും തെർമോഡൈനാമിക് ടേംസുമാണ് നമ്മൾ പരിചയപ്പെടുന്നത്. സ്റ്റഡി ഓഫ് എനർജി ട്രാൻസ്ഫോർമേഷൻ ഇസ് കോൾഡ് തെർമോഡൈനാമിക്സ്. കുറച്ച് തെർമോഡൈനാമിക് ടേംസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അതിൽ വരുന്നതാണ് തെർമോഡൈനാമിക് ടേംസിൽ വരുന്നതാണ് സിസ്റ്റം, സറൗണ്ടിങ്സ്, യൂണിവേഴ്സ്, ബൗണ്ടറി. ഇത്രയും തെർമോഡൈനാമിക്സ് ടേം പഠിച്ചുകൊണ്ടാണ് ഈ ചാപ്റ്ററിലേക്ക് നമ്മൾ കടക്കുന്നത്. ഒന്നാമത്തെ ടേം സിസ്റ്റം. സിസ്റ്റം ഈസ് ദി പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ് വിച്ച് ഈസ് അണ്ടർ ഒബ്സർവേഷൻ. അതാണ് സിസ്റ്റം എന്ന് പറഞ്ഞത്. മലയാളത്തിൽ വ്യൂഹം എന്ന് പറഞ്ഞു. പാർട്ട് ഓഫ് ദി യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ പ്രപഞ്ചത്തെയാണ് യൂണിവേഴ്സ് അല്ലേ. ആ യൂണിവേഴ്സിൻ്റെ ഭാഗം, നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു ഭാഗം. ഉദാഹരണത്തിന് നമ്മളൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുകയാണ്. പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്താണ്? ആ പാത്രത്തിലെ വെള്ളത്തെയാണ്. പാത്രത്തെയല്ല, പാത്രത്തിനുള്ളിലുള്ള വെള്ളം ആണ് തിളപ്പിക്കുന്നത്. അപ്പോൾ അത് തിളക്കുന്നുണ്ടോ നോക്കണമെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്തതാണ് ആ പാത്രത്തിൻ്റെ ഉള്ളിലെ വെള്ളം. അപ്പോൾ അവിടെ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പാത്രത്തിനുള്ളിൽ എടുത്തിട്ടുള്ള വെള്ളത്തെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന യൂണിവേഴ്സിൻ്റെ പാർട്ട്. സറൗണ്ടിങ്, ഹോൾ യൂണിവേഴ്സ് റിമൈനിങ് സിസ്റ്റം ഈസ് കോൾഡ് സറൗണ്ടിങ്സ്. സിസ്റ്റം കഴിച്ച് ഹോൾ യൂണിവേഴ്സിനെ മൊത്തം നമുക്ക് എന്ത് പറയാം? സറൗണ്ടിങ്സ് എന്ന് പറയാം. ഇപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ ആ പാത്രത്തിനുള്ളിൽ ഉൾഭാഗം കഴിച്ച് ബാക്കിയുള്ളതൊക്കെ എന്താണ്? സറൗണ്ടിങ്സ് ആണ്. സാധാരണ ഉള്ള ടേം തന്നെയാണ് സറൗണ്ടിങ്സ് എന്നുള്ളത്. മൂന്നാമത്താണ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റം പ്ലസ് സറൗണ്ടിങ്സ്. ആ സിസ്റ്റം കഴിച്ചുള്ള മുഴുവൻ സറൗണ്ടിങ്സ് ആണ്. ആ സിസ്റ്റവും സറൗണ്ടിങ്സും കൂടി ചേർന്നതിനെയാണ് നമ്മൾ യൂണിവേഴ്സ് എന്ന് പറയും. ദെൻ ബൗണ്ടറി. ബൗണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ടുള്ള മീനിങ് തന്നെയാണ്. ബൗണ്ടറി മീൻസ് ദി വാൾ ദാറ്റ് സെപ്പറേറ്റ് ദി സിസ്റ്റം ഫ്രം സറൗണ്ടിങ്സ്. സിസ്റ്റത്തെ സറൗണ്ടിങ്സിൽ നിന്ന് മാറ്റി നിർത്തുന്ന, സെപ്പറേറ്റ് ചെയ്ത് നിർത്തുന്ന എന്താണോ അതിനെയാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മൾ പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുന്നതെന്ന് പറഞ്ഞത്, അപ്പോൾ ആ പാത്രം അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ബീക്കറാണെങ്കിൽ ആ ഗ്ലാസ് ബീക്കറാണ് അവിടെ ബൗണ്ടറി. സിസ്റ്റം അതിനുള്ളിലെ വെള്ളവും, സറൗണ്ടിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം കഴിച്ച് ബാക്കിയുള്ളതുമാണ്. ഇതൊക്കെ എത്രയാണ് തെർമോഡൈനാമിക് ടേംസ്. അതിലൊന്നാമത്തെ ടേം സിസ്റ്റം. ആ സിസ്റ്റത്തെ നമുക്ക് വീണ്ടും ക്ലാസിഫൈ ചെയ്യാം. ടൈപ്സ് ഓഫ് സിസ്റ്റം. ദർ ആർ 3 ടൈപ്സ് ഓഫ് സിസ്റ്റം. 3 ടൈപ്പ് സിസ്റ്റമാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അതിലൊന്നാമത്താണ് ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എൻ എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഒരു സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ എനർജിയും മാറ്ററും, പദാർത്ഥവും ഊർജവും പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ അത്തരം സിസ്റ്റത്തെ പറയുന്ന പേരാണ് ഓപ്പൺ സിസ്റ്റം. ഉദാഹരണം, നമ്മളൊരു തുറന്ന വെച്ച പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുകയാണെങ്കിൽ ആ വെള്ളം ചൂടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെള്ളം ചൂടാകുന്നതിനനുസരിച്ച് അതിലെ വാട്ടർ വേപ്പറായിട്ട് പുറത്തേക്ക് വരും. അതേപോലെ തന്നെ അതിൻ്റെ എനർജി, അതിലുള്ള ഹീറ്റ് എനർജി അതിൻ്റെ സറൗണ്ടിങ്സിലേക്ക് അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള അറ്റ്മോസ്ഫിയറിക് എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടും. അപ്പോൾ ഓപ്പൺ വെസലിൽ ബോയിലിംഗ് വാട്ടർ ഇൻ എ ഓപ്പൺ വെസൽ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റത്തിൽ ഇൻ ആൻ ഓപ്പൺ സിസ്റ്റം ബോത്ത് മാറ്റർ ആൻഡ് എനർജി എക്സ്ചേഞ്ച് ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. രണ്ടാമത്താണ് ക്ലോസ്ഡ് സിസ്റ്റം.
എൻ്റെ വാക്കിൽ തന്നെ ഉണ്ട്. ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എ ട്രാൻസ്ഫർ ഓഫ് എനർജി ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്, ബട്ട് ദർ ഈസ് നോ ട്രാൻസ്ഫർ ഓഫ് മാറ്റർ ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ദർ ഈസ് എക്സ്ചേഞ്ച് ഓഫ് എനർജി ബട്ട് നോ എക്സ്ചേഞ്ച് ഓഫ് മാറ്റർ ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഉദാഹരണം, നമ്മൾ അടച്ചു വെച്ച ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുക. അടച്ചു വെച്ച പാത്രത്തിൽ വെള്ളം തിളപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും അതിലുള്ള വെള്ളം പുറത്തേക്ക് പോകില്ല, അടച്ചതാണ്. പുറത്തുള്ള ഒരു മാറ്ററും അതിനുള്ളിലേക്ക് കടക്കുകയില്ല. എന്നാൽ അതിലുള്ള ഹീറ്റ് പുറത്തുള്ള എയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റത്തെയാണ് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുക. അവിടെ മാറ്റർ എക്സ്ചേഞ്ച് ഉണ്ടാവില്ല, പക്ഷേ എനർജി എക്സ്ചേഞ്ച് ഉണ്ടാവും. മൂന്നാമതാണ് ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത, ദർ ഇസ് നോട്ട് എക്സ്ചേഞ്ച് ഓഫ് എനർജി ആൻഡ് മാറ്റർ ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. ഇവിടെ എനർജിയോ മാറ്ററോ സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഒരു ട്രാൻസ്ഫറും ഉണ്ടാവില്ല. ഉദാഹരണത്തിന് നമ്മൾ ഒരു തെർമലി ഇൻസുലേറ്റഡ് ഫ്ലാസ്കിൽ കുറച്ച് തിളച്ച വെള്ളം എടുത്ത് വെക്കുകയാണ്. ഒരു തെർമലി ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഫ്ലാസ്കിൽ നമ്മൾ കുറച്ച് തിളച്ച വെള്ളം എടുത്ത് വെക്കുകയാണ്. നമ്മൾ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞാലും അതിന് വെള്ളം എടുക്കുമ്പോൾ നല്ല ചൂടുണ്ടാവും. കാരണം എന്താ? അതിലെ ഹീറ്റ് എനർജി, നമ്മളൊരു അടച്ച പാത്രം, സാധാരണ ഒരു പാത്രത്തിൽ നല്ലോണം ടൈറ്റാക്കി അടച്ചിട്ട് തിളച്ച വെള്ളം വെച്ച് കഴിഞ്ഞാൽ 2-3 മണിക്കൂർ കഴിഞ്ഞ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അത് സാധാരണ ടെമ്പറേച്ചറിലേക്ക് എത്തിയിട്ടുണ്ടാവും. കാരണം എന്താ? അതിൽ എനർജി പുറത്തേക്ക് പോകുന്നുണ്ട്. അതേസമയം തെർമലി ഇൻസുലേറ്റഡ് ഒരു ഫ്ലാസ്ക് ആണെങ്കിലോ, അത് ക്ലോസ്ഡ് ഇൻസുലേറ്റഡ് ഫ്ലാസ്ക് ആണെങ്കിൽ അതിൽ നിന്ന് മാറ്റർ പുറത്തേക്ക് പോവില്ല, അല്ലെങ്കിൽ പദാർത്ഥം പുറത്തേക്ക് പോവില്ല. അതോടൊപ്പം തന്നെ തെർമലി ഇൻസുലേറ്റഡ് ആയതുകൊണ്ട് എനർജിയും പുറത്തേക്ക് പോവില്ല. അത്തരം സിസ്റ്റത്തെയാണ് ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അങ്ങനെ 3 ടൈപ്പാണ് സിസ്റ്റം: ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം. ആവറേജ് മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദി സിസ്റ്റം ഈസ് കോൾഡ് സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ മെഷറബിൾ പ്രോപ്പർട്ടീസ്, ആവറേജ് മെഷറബിൾ പ്രോപ്പർട്ടീസിനെയാണ് സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. അതിനെ സ്റ്റേറ്റ് ഫങ്ഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ് വേരിയബിൾ എന്നുള്ള പേരിലും അറിയപ്പെടാറുണ്ട്. എക്സാമ്പിൾ പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, ഇതൊക്കെ അതിന് എക്സാമ്പിൾ. അപ്പോൾ ആവറേജ് മെഷറബിൾ പ്രോപ്പർട്ടി, ഒരു സിസ്റ്റത്തിൻ്റെ മെഷർ ചെയ്യാൻ പറ്റുന്ന പ്രോപ്പർട്ടിയെയാണ് നമ്മൾ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റേർണൽ എനർജി യു ഒരു പുതിയ ടേമാണ്. ഇൻറ്റേർണൽ എനർജി തെർമോഡൈനാമിക്സുമായി ബന്ധപ്പെട്ട ടേമാണ്. സം ഓഫ് കെമിക്കൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഓർ എനി അതർ ടൈപ്പ് ഓഫ് എനർജി ഓഫ് എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്ന കെമിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, മറ്റ് ഏതൊക്കെ ടൈപ്പുള്ള എനർജി ഒക്കെ അതിൽ ഉണ്ടോ, ആ എല്ലാ എനർജിയുടെയും സമ്മിനെയാണ് യു അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ എനർജി 3 തരത്തിൽ ചേഞ്ച് ചെയ്യും. ദി ഇൻറ്റേർണൽ എനർജി മേ ചേഞ്ച് ബൈ ദി ഹീറ്റ് പാസസ് ഇൻ ടു ഓർ ഔട്ട് ഓഫ് ദി സിസ്റ്റം. ഒരു സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി, നമ്മൾ പറഞ്ഞു എന്താണ് ഇൻറ്റേർണൽ എനർജി, ആ ഇൻറ്റേർണൽ എനർജി 3 തരത്തിൽ മാറ്റം വരാം, ചേഞ്ച് ചെയ്യാം നമുക്ക്. ഒന്ന്, ഹീറ്റ് പാസസ് ഇൻ ടു ദി സിസ്റ്റം ഓർ ഔട്ട് ഓഫ് ദി സിസ്റ്റം. ഒന്നുകിൽ ആ സിസ്റ്റത്തിലേക്ക് എനർജി ഹീറ്റ് പാസ് ചെയ്താൽ ഇൻറ്റേർണൽ എനർജി മാറ്റം വരും. ആ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് ഹീറ്റ് പോയി കഴിഞ്ഞാൽ അപ്പോഴും ഇൻറ്റേർണൽ എനർജി ചേഞ്ച് വരും. രണ്ടാമത്തെ ഇൻറ്റേർണൽ എനർജി ചേഞ്ചിന് കാരണമാവുന്നത് വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം ഓർ ബൈ ദി സിസ്റ്റം. വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം ഓർ ദി ബൈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വർക്ക് അതിൻ്റെ മുകളിൽ, ആ സിസ്റ്റത്തിൻ്റെ മുകളിൽ ചെയ്യണം. ഉദാഹരണത്തിന് നമ്മൾ ഒരു സിലിണ്ടർ, പിസ്റ്റം വെച്ച സിലിണ്ടർ, ഉദാഹരണത്തിന് നമ്മൾ സിറിഞ്ചിൻ്റെ ആ നീഡിൽ വെച്ച ഭാഗം നമ്മൾ അമർത്തി പിടിച്ചിട്ട് ആ പിസ്റ്റൺ അങ്ങോട്ട് അമർത്തുകയാണെങ്കിൽ വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ മുകളിൽ നമ്മളൊരു വർക്ക് ചെയ്തു, അപ്പോൾ അതിൻ്റെ എനർജി കൂടി. ആ എനർജി കൂടിയതുകൊണ്ടാണ് നമ്മൾ കൈ വിട്ട് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് തള്ളി വരുന്നത്. വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. നമ്മൾ അങ്ങോട്ട് പ്രസ് ചെയ്യുമ്പോൾ വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. അങ്ങനെ നമ്മൾ പ്രസ് ചെയ്തു, വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം, അപ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടി, അല്ലെങ്കിൽ അതിൻ്റെ എനർജി കൂടി. ഇനി അങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ അവിടുന്ന് വിരൽ നീക്കുകയാണ്. വിരൽ മാറ്റുന്നതോടുകൂടി എന്ത് സംഭവിക്കും? ആ
സിസ്റ്റം വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം. സിസ്റ്റമാണ് പിന്നെ വർക്ക് ചെയ്യുക. ആദ്യം നമ്മളാണ് സിസ്റ്റത്തിൻ്റെ മുകളിൽ വർക്ക് ചെയ്ത്, പിന്നെ സിസ്റ്റം ഇങ്ങോട്ട് വർക്ക് ചെയ്യും, സിസ്റ്റം വർക്ക് ചെയ്യും. അപ്പോൾ വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം. അപ്പോൾ സിസ്റ്റം ആ പിസ്റ്റണിനെ പുറത്തേക്ക് തള്ളുമ്പോൾ അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കുറയും. അപ്പോൾ അങ്ങനെ വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം ബൈ ദി സിസ്റ്റം, ഇങ്ങനെ രണ്ട് തരത്തിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടാവാം. മൂന്നാമത്തെ ഇൻറ്റേർണൽ എനർജി ചേഞ്ചിന് കാരണമായിട്ടുള്ളതാണ് മാറ്റർ എൻറ്റേഴ്സ് ഇൻ ടു ദി സിസ്റ്റം ഓർ ലീവ്സ് ദി സിസ്റ്റം. പദാർത്ഥം അതിലേക്ക് ആ സിസ്റ്റത്തിലേക്ക് കൂടുതൽ പദാർത്ഥം ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഇൻറ്റേർണൽ എനർജി മാറ്റം വരും. അല്ലെങ്കിൽ അതിലുള്ള പദാർത്ഥം നീക്കം ചെയ്ത് കഴിഞ്ഞാലും ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇൻറ്റേർണൽ എനർജി അല്ലെങ്കിൽ ടോട്ടൽ സം ഓഫ് എനർജി ഓഫ് എ സിസ്റ്റം മൂന്ന് തരത്തിലാണ് ചേഞ്ച് ചെയ്യുക. ഒന്ന് ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്, അല്ലെങ്കിൽ വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം ഓർ ഓൺ ദി സിസ്റ്റം. മൂന്നാമത് മാറ്റർ എൻറ്റേഴ്സ് ഓർ ലീവ്സ് ദി സിസ്റ്റം. ഇങ്ങനെ മൂന്ന് തരത്തിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടാവാം. അടുത്ത ടേം വർക്ക്. നോക്കുക, വർക്ക് എന്നുള്ളതിൽ ആദ്യം നമ്മൾ പറയുന്നത് അഡിയബാറ്റിക് സിസ്റ്റം അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സിസ്റ്റം. ഐസൊലേറ്റഡ് സിസ്റ്റത്തിന് പറയുന്ന മറ്റൊരു പേരാണ് അഡിയബാറ്റിക് സിസ്റ്റം. നമുക്കറിയാം, അതിൽ ഡു നോട്ട് അലോ എക്സ്ചേഞ്ച് ഓഫ് ഹീറ്റ് ആൻഡ് മാറ്റർ ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. എന്താണ് അഡിയബാറ്റിക് പ്രോസസ്? ദി പ്രോസസ് ഇൻ വിച്ച് ദർ ഇസ് നോ ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്സ്. അതിനെയാണ് അഡിയബാറ്റിക് പ്രോസസ് എന്ന് പറയുക. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് അഡിയബാറ്റിക് പ്രോസസ്. അഡിയബാറ്റിക് വാൾ. അഡിയബാറ്റിക് വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വാൾ വിച്ച് ഡു നോട്ട് അലോ ഓർ പെർമിറ്റ് ട്രാൻസ്ഫർ ഓഫ് ഹീറ്റ് ബിറ്റ്വീൻ ദി സിസ്റ്റം ആൻഡ് സറൗണ്ടിങ്. സിസ്റ്റവും സറൗണ്ടിങ്സും തമ്മിൽ ഹീറ്റ് ട്രാൻസ്ഫറിനെ അലോ ചെയ്യാത്ത വാളിനെയാണ് അഡിയബാറ്റിക് വാൾ എന്ന് പറയുന്നത്. നോക്കുക, നമ്മൾ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഒരു സിസ്റ്റത്തിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടാക്കും. വെൻ ഡു എ മെക്കാനിക്കൽ വർക്ക് സേ 1 kilojoule ബൈ എ സെറ്റ് ഓഫ് റൊട്ടേറ്റിംഗ് പാഡിൽസ് churning, the state of the system changes from A to B. നോക്കുക, ഇവിടെ നമ്മൾ രണ്ട് ടൈപ്പ് വർക്കുകൾ ചെയ്യാം. ഒന്ന് മെക്കാനിക്കൽ വർക്കാണ് ആദ്യം ചെയ്യുന്നത്. ഒരു മെക്കാനിക്കൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് മാറും. എന്താ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഷറബിൾ പ്രോപ്പർട്ടീസ്, ആവറേജ് മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്യുന്നത് മെക്കാനിക്കൽ വർക്കാണ്. റൊട്ടേറ്റിംഗ് പാഡിൽസ് ഉപയോഗിച്ച് ഒരു ലിക്വിഡിനെ നമ്മൾ സ്റ്റെർ ചെയ്യാണ്. മെക്കാനിക്കൽ സ്റ്റെർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മെക്കാനിക്കൽ വർക്കാണല്ലോ, സ്റ്റെർ ചെയ്യാൻ. അപ്പോൾ സ്റ്റെർ ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് എയിൽ നിന്നും ബിയിലേക്ക് മാറും. സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം ചേഞ്ചസ് ഫ്രം എ ടു ബി. കാരണം അവിടെ റൊട്ടേഷൻ നടക്കുന്ന സമയത്ത് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിയിലൊക്കെ മാറ്റം വരും. ആൾസോ ചേഞ്ചസ് ടെമ്പറേച്ചർ ഫ്രം ടി എ ടു ടി ബി. അപ്പോൾ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം എയിൽ നിന്ന് ബിയിലേക്ക് മാറുന്ന സമയത്ത് അവിടെ ടെമ്പറേച്ചർ ടി എയിൽ നിന്ന് ടി ബിയിലേക്ക് മാറാം. അതോടൊപ്പം തന്നെ ഇൻറ്റേർണൽ എനർജി യു എ, ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം അറ്റ് ദി സ്റ്റേറ്റ് എയിൽ നിന്ന് യു ബി ആയിട്ട് മാറാം. അപ്പോൾ എപ്പോഴും ഇറ്റ് ഇസ് ഫൗണ്ട് ദാറ്റ് ടി ബി ഈസ് ഗ്രേറ്റർ ദാൻ ടി എ. കാരണം ഇനീഷ്യൽ ടെമ്പറേച്ചർ സ്റ്റെറിങ് നടക്കുന്നതിനും മുമ്പുള്ള ടെമ്പറേച്ചറിനേക്കാളും കൂടുതലായിരിക്കും സ്റ്റെറിങ് നടന്നതിന് ശേഷമുള്ള ടെമ്പറേച്ചർ. അതുകൊണ്ട് ടി ബി ഈസ് ഗ്രേറ്റർ ദാൻ ടി എ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഡെൽറ്റ ടി, അവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ദറ്റ് ഈസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി എ എന്ന് പറയാം. അതേപോലെ ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി യു ബി മൈനസ് യു എ ഡെൽറ്റ യു എന്ന് പറയാം. ഞാൻ അതേ സിസ്റ്റത്തിൽ തന്നെ നമ്മൾ 1 kilojoule ഓഫ് ഇലക്ട്രിക്കൽ വർക്ക് ഈസ് ഡൺ ബൈ യൂസിങ് ഇലക്ട്രോഡ് ആൻഡ് നോട്ട് ഡൗൺ ദി ടെമ്പറേച്ചർ ചേഞ്ച്. വി ഫൈൻഡ് ദാറ്റ് ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി എ. നേരത്തെ നമ്മൾ മെക്കാനിക്കൽ എനർജി കൊടുത്തെങ്കിൽ, മെക്കാനിക്കൽ വർക്ക് കൊടുത്തെങ്കിൽ, ഇവിടെ നമ്മൾ ചെയ്യുന്നത് 2 ഇലക്ട്രോഡായിട്ട് വെച്ച് 1 kilojoule എനർജി ഇലക്ട്രിസിറ്റി 1 kilojoule എനർജി ആ സിസ്റ്റത്തിന് കിട്ടുന്ന രൂപത്തിൽ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുക. ഇലക്ട്രിക്കൽ എനർജി കൊടുക്കുമ്പോൾ അവിടെ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഉണ്ടാവും. എ സ്റ്റേറ്റിൽ നിന്ന് ബി സ്റ്റേറ്റിലേക്ക് മാറും. ടെമ്പറേച്ചർ ടി എയിൽ നിന്ന് ടി ബിയിലേക്ക് മാറും. ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ ടി ഈസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി എ എന്ന് പറയും. If an amount of work is done through different ways on the system, then they produce same change of state, that is temperature change irrespective of path. Okay, നമ്മളിവിടെ
രണ്ട് ടൈപ്പ് വർക്കുകളാണ് ചെയ്തത്. രണ്ട് പാത്തിലൂടെയാണ് അവിടെ എനർജി ചേഞ്ച് ഉണ്ടാക്കിയത്, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തത്. ഒന്ന് മെക്കാനിക്കൽ സ്റ്റെറിങ് ചെയ്തു, രണ്ടാമത് ചെയ്തത് ഇലക്ട്രിക്കൽ വർക്ക് ചെയ്തു. അപ്പോൾ ആ രണ്ട് സമയത്തുണ്ടായ 1 കിലോ ജൂൾ എനർജി ചേഞ്ച് ഉണ്ടാവുന്ന രൂപത്തിലുള്ള മെക്കാനിക്കൽ വർക്കും ഇലക്ട്രിക്കൽ വർക്കും ചെയ്തപ്പോഴും അവിടെ ഉണ്ടായ ടെമ്പറേച്ചർ ചേഞ്ച് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ 1 കിലോ ജൂൾ എനർജിയാണ് രണ്ട് മാർഗത്തിലൂടെ കൊടുത്തത്. അപ്പോൾ ഉണ്ടായ ചേഞ്ച് ഈക്വൽ ആയിരിക്കും അല്ലെങ്കിൽ സിമിലർ ആയിരിക്കും. അവിടെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ അവിടെ ഉണ്ടായ സ്റ്റേറ്റ് ചേഞ്ച്, ടെമ്പറേച്ചറിലുണ്ടായ ചേഞ്ച് ദറ്റ് ഈസ് നോട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഫങ്ഷൻസിനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്ന് പറയും. That is independent on the path. Functions that is independent on the path. If an amount of work is done through different ways on the system, then they produce same change of state or temperature change irrespective of path. അത്തരത്തിലുള്ള ഇവിടെ പറഞ്ഞത് the amount of work done is done through different ways. നമ്മൾ രണ്ട് മാർഗത്തിലൂടെയാണ് ഇവിടെ ചേഞ്ച് ഉണ്ടാക്കിയത്. 1 കിലോ ജൂൾ എനർജി ഡിഫറെൻറ്റ് വേസിലാണ് കൊടുത്തത്. അപ്പോൾ അവിടെ ഉണ്ടായ ടെമ്പറേച്ചർ ചേഞ്ച് ഒരിക്കലും അത് പാത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. സ്റ്റേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദി പ്രോപ്പർട്ടീസ് ഓഫ് എ സിസ്റ്റം which is independent on the path, which depends only on the initial stage and final stage. ഇവിടെ ഡെൽറ്റ ടി എങ്ങനെ കാണുക? ഡെൽറ്റ ടി ഇസ് ഈക്വൽ ടു ടി ബി മൈനസ് ടി എ. ടി ബി എന്ന് പറഞ്ഞാൽ എന്താ? ബി എന്ന സ്റ്റേറ്റിലുള്ള ടെമ്പറേച്ചർ. ടി എ എന്താ? എ എന്ന സ്റ്റേറ്റിലുള്ള ടെമ്പറേച്ചറാണ്. അപ്പോൾ ടി ബി മൈനസ് ടി എ എന്നുള്ളതാണ്. അതായത് ഇനീഷ്യൽ സ്റ്റേജിനെയും ഫൈനൽ സ്റ്റേജിനെയും മാത്രമേ ഈ സ്റ്റേറ്റ് ഫങ്ഷൻസ് ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ സ്റ്റേറ്റ് ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the properties of a system which depends only on the initial and final state of the system, which is independent on the path followed. ഉദാഹരണത്തിന് അതിൽ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്ന ഒരു കാര്യം, ഒരു 100 ലിറ്ററിൻ്റെ 2 ടാങ്ക് വെച്ചു പുറത്ത്. ആ 100 ലിറ്ററിൻ്റെ ടാങ്കിൽ 2 ടാങ്ക് വെച്ചു. ഒന്നിൽ നമ്മൾ മോട്ടോർ ഉപയോഗിച്ച് കിണറ്റിൽ നിന്ന് മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് നിറച്ചു. അപ്പുറത്തെ ടാങ്കിൽ, രണ്ടാമത്തെ ടാങ്കിൽ മഴവെള്ളം കൊണ്ട് നിറഞ്ഞു. അപ്പോൾ അവിടെ ഉണ്ടായ ആ വോളിയത്തിലുണ്ടായ ചേഞ്ച്, അല്ലെങ്കിൽ എത്ര വെള്ളം കിട്ടി എന്നുള്ളത് നമ്മളെങ്ങനെ കാണുക? പമ്പ് ചെയ്താണോ അല്ലെങ്കിൽ പമ്പ് ചെയ്തു എന്നുള്ളത് അതിന് അതിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? ആ അളവിനെ, വോളിയം എന്നുള്ള അളവിനെ ഇല്ല. അതേപോലെ മഴയാണോ? അത് അതിനെ ബാധിക്കുന്നില്ല. അവിടെ എന്തേ ഉള്ളൂ? ആദ്യം ആ ടാങ്കിൽ എത്ര വെള്ളം ഉണ്ടായിരുന്നു? 0 ആണ്, അതിൽ വെള്ളമില്ല. ഇപ്പോൾ ഫൈനൽ സ്റ്റേജിൽ എത്ര വെള്ളമുണ്ട്? 100 ലിറ്റർ നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ 100 മൈനസ് 0, അതായത് ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റ്, അതാണ് അവിടെ അത് വോളിയം. അതിൻ്റെ ആ പ്രോപ്പർട്ടി വോളിയം എന്നുള്ള പ്രോപ്പർട്ടി എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ദി പാത്ത്, ഹൗ ദ വാട്ടർ ഫിൽഡ്. ദാറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി ഇനീഷ്യൽ ആൻഡ് ഫൈനൽ സ്റ്റേറ്റ്. അത്തരത്തിലുള്ള ഫംഗ്ഷനെയാണ് സ്റ്റേറ്റ് ഫങ്ഷൻസ് എന്ന് പറയുക. സ്റ്റേറ്റ് ഫങ്ഷന് എക്സാമ്പിൾസ് ആണ് ടെമ്പറേച്ചർ, പ്രഷർ, ഇൻറ്റേർണൽ എനർജി, വോളിയം, അതൊക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. The adiabatic work required to bring a change of state is equal to internal energy change. This U is a state function. Delta U is equal to UA minus UB, that is equal to W adiabatic. Then W adiabatic is positive, work is done on the system. If W adiabatic is negative, work is done by the system. അപ്പോൾ W adiabatic പോസിറ്റീവ് ആണെങ്കിൽ വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം, അതായത് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കൂടും. W adiabatic ഈസ് നെഗറ്റീവ്, ദ വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം, അതിൻ്റെ ഇൻറ്റേർണൽ എനർജി കുറയും. സ്റ്റേറ്റ് ഫങ്ഷൻസിന് എക്സാമ്പിൾസ് ആണ് പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം, ഇൻറ്റേർണൽ എനർജി, എൻതാൽപ്പി, എൻട്രോപ്പി ഒക്കെ സ്റ്റേറ്റ് ഫങ്ഷന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ഇൻറ്റേർണൽ എനർജി is a state function. കാരണം when an adiabatic work is required to change its state is equal to internal energy change. നമ്മൾ ഒരു അഡിയാബാറ്റിക് വർക്ക് ചെയ്യാണ് ഒരു സിസ്റ്റത്തിൻ്റെ മുകളിൽ. അപ്പോൾ അവിടെ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഡെൽറ്റ യു നമ്മളെങ്ങനെ കാണുക?
ഫൈനൽ സ്റ്റേറ്റ് മൈനസ് ഇനീഷ്യൽ സ്റ്റേറ്റ്, അല്ലെങ്കിൽ യു ബി മൈനസ് യു എ, അല്ലെങ്കിൽ യു എ മൈനസ് യു ബി എന്നാണ്. അപ്പോൾ ഈ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് എന്തിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? ദാറ്റ് ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദി ഇനീഷ്യൽ ഇൻറ്റേർണൽ എനർജി ആൻഡ് ഫൈനൽ ഇൻറ്റേർണൽ എനർജി, അല്ലെങ്കിൽ ഇനീഷ്യൽ സ്റ്റേറ്റിലുള്ള ഇൻറ്റേർണൽ എനർജിയും ഫൈനൽ സ്റ്റേറ്റിലെ ഇൻറ്റേർണൽ എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് മാത്രമാണ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് കണക്കാക്കാൻ നമുക്ക് അല്ലെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇൻറ്റേർണൽ എനർജി ഈസ് ആൾസോ എ സ്റ്റേറ്റ് ഫങ്ഷൻ വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓൺ ദി പാത്ത് on how the internal energy change takes place. Okay, ഈ W adiabatic അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി ചേഞ്ച് പോസിറ്റീവ് ആയിരിക്കും വെൻ വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ മുകളിൽ അങ്ങോട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് അല്ലെങ്കിൽ W adiabatic പോസിറ്റീവ് ആയിരിക്കും. വെൻ വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ W adiabatic നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ ഇൻറ്റേർണൽ എനർജി നെഗറ്റീവ് ആയിരിക്കും. ഹീറ്റ്. Internal energy of a system can change by the transfer of heat between the system and surroundings without doing work. നമ്മൾ പറഞ്ഞൊരു കാര്യമാണ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഉണ്ടാക്കാൻ നമുക്ക് ഹീറ്റ് ട്രാൻസ്ഫർ നടന്നാൽ മതി. ദി എക്സ്ചേഞ്ച് ഓഫ് എനർജി ഈസ് ഡ്യൂ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസ്, ദറ്റ് ഈസ് കോൾഡ് Q. അപ്പോൾ എക്സ്ചേഞ്ച് ഓഫ് എനർജി, എന്തുകൊണ്ടാണ് ഈ എക്സ്ചേഞ്ച് ഓഫ് എനർജി എങ്ങനെയാണ്? ദറ്റ് ഈസ് ഡ്യൂ ടു ദി ടെമ്പറേച്ചർ ഡിഫറൻസ്. ഇതിനെ പറയുന്ന പേരാണ് Q, ദറ്റ് ഈസ് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ്. Consider heat transfer through conducting wall. Place water in a copper vessel with temperature TA. നമ്മളൊരു ടെമ്പറേച്ചർ TA എന്നുള്ള ടെമ്പറേച്ചറുള്ള ഒരു വാട്ടർ കോപ്പർ വെസലിലാണ് വെച്ചിട്ടുള്ളത്. ഇൻ എ ഹീറ്റ് റിസർവോയർ വിത്ത് ടെമ്പറേച്ചർ TB. TB ടെമ്പറേച്ചറുള്ള ഒരു ഹീറ്റ് റിസർവോയർ അല്ലെങ്കിൽ ഒരു ഹോട്ട് കണ്ടീഷനിൽ ടെമ്പറേച്ചർ TB ഉള്ള ഒരു ഹോട്ട് റിസർവോയർ അല്ലെങ്കിൽ ഹീറ്റ് റിസർവോയറിൽ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടെമ്പറേച്ചർ, അവിടെ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ്, ദറ്റ് ഈസ് Q ഈസ് ഈക്വൽ ടു TB മൈനസ് TA ആയിരിക്കും. അതായത് ഡെൽറ്റ യു ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഈക്വൽ ടു Q എന്ന് എഴുതാം, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ, വെർ നോ വർക്ക് ഈസ് ഡൺ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഒരു വർക്കും ചെയ്യുന്നില്ലെങ്കിൽ, ദറ്റ് ഈസ് നോ വർക്ക് ഡൺ, ദെൻ ദി Q ഈസ് ഈക്വൽ ടു ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q ആണ്, ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫേർഡ് ആണ്. In Q is positive, then heat transfer from surrounding to system. നമ്മൾ വർക്ക് ഡണ്ണും ബൈ ദി സിസ്റ്റം ഓൺ ദി സിസ്റ്റം പറഞ്ഞ പോലെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന സമയത്ത് Q പോസിറ്റീവ് ആവുന്നത് സറൗണ്ടിങ്സിൽ നിന്ന് സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴാണ്. Q നെഗറ്റീവ് ആവുന്നത് സിസ്റ്റത്തിൽ നിന്നും സറൗണ്ടിങ്സിലേക്ക്. Q is negative, then heat transfer from system to the surroundings. സിസ്റ്റത്തിൽ നിന്ന് സറൗണ്ടിങ്സിലേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. നോക്കുക, അടുത്ത ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഈ ഇൻറ്റേർണൽ എനർജി ചേഞ്ചുമായി ബന്ധപ്പെട്ട് നമ്മൾ രണ്ട് കാര്യങ്ങളിലൂടെയാണ് ഇൻറ്റേർണൽ എനർജി ചേഞ്ച് പറഞ്ഞത്. ഒന്ന് ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ട്രാൻസ്ഫറും മറ്റൊന്ന് വർക്ക് ഡണ്ണും. മൂന്നാമത്തെ ഒരു കണ്ടീഷൻ കൊണ്ട് മാറ്റർ ട്രാൻസ്ഫർ. ദർ ഇസ് നോ മാറ്റർ ട്രാൻസ്ഫർ, ദെൻ ദി ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ടേക്സ് പ്ലേസ് ബൈ quantity of heat transfer and work done. Internal energy change takes place both by doing work and transfer of heat. And നമുക്ക് എങ്ങനെ എഴുതാം? ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q പ്ലസ് W എന്ന് എഴുതാം. മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q പ്ലസ് W. പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. And the energy of an isolated system is constant is the first law of thermodynamics or law of കൺസർവേഷൻ ഓഫ് എനർജി. ഒരു എനർജി ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം, ഒരു ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിന് പറയുന്ന പേരാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അല്ലെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഇതിൻ്റെ മറ്റൊരു രൂപം എനർജി ക്യാൻ നൈദർ ബി ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ്. മറ്റൊരു തരത്തിലും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത് ദി ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഓഫ് ആൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. അതായത് ഡെൽറ്റ യു ഇൻറ്റേർണൽ എനർജി ചേഞ്ച് 0 ആയിരിക്കും. ഇൻറ്റേർണൽ എനർജി ചേഞ്ച് 0 ആയിരിക്കും. അതായത് ഇൻറ്റേർണൽ എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. ഐസൊലേറ്റഡ് സിസ്റ്റത്തിൻ്റെ ഇൻറ്റേർണൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദി ഇൻറ്റേർണൽ എനർജി ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഓർ ദി ഇൻറ്റേർണൽ എനർജി ചേഞ്ച് ഓഫ് എൻ ഐസൊലേറ്റഡ് സിസ്റ്റം ഈസ് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു Q പ്ലസ് W എന്നുള്ളതാണ് അതിൻ്റെ mathematical representation.